എല്ലാവർക്കും MRHൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 5th സെമസ്റ്റർ സബ്ജക്റ്റായിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോഡ് വരുന്നത് 5032ൻ്റെ സിലബസ് എന്തൊക്കെയാണ് കവർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഓപ്പറേഷൻ ഓഫ് വേരിയസ് ജനറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്. അല്ലേ, നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ന്യൂക്ലിയർ ഉണ്ട്, ഹൈഡ്രോ ഉണ്ട്, തെർമൽ ഉണ്ട്. ഓക്കെ, ആ ഒരു ധാരാളം മെത്തേഡുകൾ, റിന്യൂവബിൾ എനർജികളുണ്ട്. ആ ഒരു മെത്തേഡുകളിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതേപോലെ അതിൽ പവർ കാൽക്കുലേറ്റ് ചെയ്യണം. ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ട് എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമാണ് ഫസ്റ്റ് കോഴ്സ് ഔട്ട്കം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി സോഴ്സുകൾ. ഏതൊക്കെ ടൈപ്പ് എനർജി സോഴ്സുകളുണ്ട്? റിന്യൂവബിൾ ഉണ്ട്, നോൺ റിന്യൂവബിൾ ഉണ്ട്. ഓക്കെ, അതേപോലെ കൺവെൻഷൻ ഉണ്ട്, നോൺ കൺവെൻഷൻ ഉണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 3 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ ഉണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് മെത്തേഡ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ നമുക്കറിയാം. ഹൈഡ്രോ, അതേപോലെ തെർമൽ, ന്യൂക്ലിയർ, ഡീസൽ, ഗ്യാസ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷനിൽ വരുന്നത്. അതിൻ്റെയൊക്കെ സ്കീമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ ലേഔട്ട്, അതേപോലെ വർക്കിംഗ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഓക്കെ, അതേപോലെ അടുത്തതാണ് സൈറ്റ് സെലക്ഷൻ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് സൈറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ് സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പോൾ സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയകളുണ്ട്. അതേപോലെ തെർമൽ പവർ പ്ലാന്റിൻ്റെയും സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയകളുണ്ട്. രണ്ടും ഡിഫറൻ്റ് ആണ്. 3 മാർക്കിന് രണ്ടിൻ്റെയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി കാണാറുള്ളതാണ്. മൂന്നാമത്തെ സെക്ഷനാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ അഥവാ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു സെക്ഷനായിട്ട് തന്നെ വരും. 7 മാർക്കിന് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു സെക്ഷനാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രമാത്രം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് ഉണ്ടാവും, അതേപോലെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അവൈലബിൾ ഉണ്ടാവും, അതേപോലെ റിസർവയറിൻ്റെ ഏരിയ ഉണ്ടാവും, അതേപോലെ റെയിൻഫാൾ ഉണ്ട്, ആനുവൽ റെയിൻഫാളൊക്കെ തന്നിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന എത്രയെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഈ പ്രോബ്ലം കാണാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. ഇനി അടുത്തൊരു സെക്ഷനാണ് ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പവർ സിസ്റ്റത്തിലേക്ക് നമ്മളെ ട്രാൻസ്മിഷൻ ലൈൻ എങ്ങനെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നു, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അല്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ എക്സ്ട്രാ ഏതെങ്കിലും എനർജി ജനറേറ്റ് ചെയ്യുന്നത് ചെയ്യും നമ്മൾ ഈ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യും. അതാണ് ഇവിടെ ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ മെത്തേഡുകളാണ് ഇൻ്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം. ഒരു യൂട്ടിലിറ്റി ഗ്രിഡ് ഓൾറെഡി ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അല്ലാന്നുണ്ടെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സോളാർ, വിൻഡ്, അങ്ങനത്തെ എക്സ്ട്രാ ഗ്രിഡുകൾ അഥവാ പവർ സിസ്റ്റംസ് ആഡ് ചെയ്യുന്നതാണ് ഇത് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. 7 മാർക്കിന് അതും ചോദിച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഇതേ ഒരു മെത്തേഡൊക്കെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്ട്രാ പവർ സോഴ്സുകൾ യൂസ് ചെയ്യുന്നു, ഒന്നിൽ കൂടുതൽ പവർ സോഴ്സുകൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് അതൊക്കെ പറയുന്നത്. ഓക്കെ, പഠിച്ചു വെക്കാം. ഇനി രണ്ടാമത്തെ മൊഡ്യൂളാണ് ചൂസ് മെത്തേഡ്സ് ടു ഇംപ്രൂവ് പവർ ഫാക്ടർ ആൻഡ് ലിസ്റ്റ് വേരിയസ് താരിഫ്. ഇവിടെ പറയുന്നത് താരിഫ്, അതേപോലെ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഭാഗത്തേക്ക് കടക്കാം. നോക്കിക്കേ, ഫസ്റ്റ് തന്നെ പറയുന്നത് വേരിയബിൾ ലോഡ് പവർ സ്റ്റേഷൻ. ഓക്കെ, നമ്മൾ പവർ സ്റ്റേഷനിൽ നിന്നുണ്ട് വേരിയബിൾ ലോഡ്സ് ഉണ്ടാകാറില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലോഡ് കർവ് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലോഡ് കർവ് നമ്മൾ ഇവിടെ ടൈം, ഇവിടെ എന്താണ് ഡിമാൻഡ്, മെഗാവാട്ട്, കിലോ വാട്ട് എന്ന് പറയും. അപ്പോൾ ഓരോ മണിക്കൂറിൽ രാത്രി 12 മണി, ഉച്ചയ്ക്ക് 12 മണി, ഇവിടെ 6 മണി. അപ്പോൾ ആ ഒരു സമയത്ത് പീക്ക് ടൈം, അതേപോലെ ബേസ് ടൈം എന്നൊക്കെ പറയും. അതായത് പീക്ക് ലോഡ് വരുന്ന സമയങ്ങളുണ്ട്, ബേസ് ലോഡ് വരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബേസ് ലോഡ് ഇവിടെ, പീക്ക് ലോഡുകൾ ഇവിടെ, അതൊക്കെ വരയ്ക്കുന്നതാണ് ലോഡ് കർവ് എന്ന് പറയുന്നത്. ലോഡ് കർവ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് നമുക്ക് അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്ട്. ഓക്കെ, ലോഡ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സമയം എപ്പോഴാണ്, അതേപോലെ ആവറേജ് ലോഡ് എത്രയാണ്, അതേപോലെ നമ്മുടെ താരിഫുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് താരിഫിൽ
കൂടുതൽ ബില്ല് ആഡ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ലോഡ് കർവിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ പീക്ക് ലോഡ്, ബേസ് ലോഡ് എന്താണെന്ന് പഠിക്കാണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ലോഡ് കർവിൻ്റെ ആവശ്യകത എന്ത്, ഇത്രയും കാര്യങ്ങളൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ഓക്കെ, 3 മാർക്കിന് 7 മാർക്കിനൊക്കെ ആയിട്ട് കാണുന്നതാണ്, പഠിച്ചു വെക്കാം. അടുത്ത ഡെഫിനിഷൻ ആൻഡ് ഇക്വേഷൻ കണക്റ്റഡ് ലോഡ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം ഡെഫിനിഷൻസ്. കണക്റ്റഡ് ലോഡിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇക്വേഷൻ, ആവറേജ് ഡിമാൻഡ്, മാക്സിമം ഡിമാൻഡ്, ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഇത്രയും ധാരാളം ഡെഫിനിഷൻ വേർഡുകൾ, അതിൻ്റെ ഡെഫിനിഷൻ, അതിൽ നിന്നുള്ള ഇക്വേഷൻ നോക്കിയിട്ട് ധാരാളം പ്രോബ്ലം, 7 മാർക്കിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സെക്ഷൻ. അടുത്തത് വേരിയസ് കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ. വേരിയസ് കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ, നമുക്ക് പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റുകൾ, അതിന് നമുക്ക് 3 ആയിട്ട് ക്ലാസ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, സെമി ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, റണ്ണിങ് കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെന്തായിരിക്കും, സ്ഥിരം ആ ഒരു വാല്യൂ ആയിരിക്കും. സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ വേരിയബിൾ ആണ്, പക്ഷേ എങ്കിലും എന്തുണ്ട്, ചില കാര്യങ്ങൾ ഫിക്സഡ് ആയിരിക്കും. എന്നാൽ റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ഥിരം വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ 3 കോസ്റ്റുകളും ചോദിച്ചു തരാറുണ്ട്, 7 മാർക്കിന് പഠിച്ചു വെക്കാം. പവർ ഫാക്ടർ എന്ന് നമുക്കറിയാം, പവർ ഫാക്ടർ ട്രയാങ്കിൾ നമുക്കറിയാം. ഇനി ലോ പവർ ഫാക്ടർ ആയുള്ള ഡിസ്അഡ്വാൻറ്റേജ് 3 മാർക്ക് ചോദിക്കാം. ലോ പവർ ഫാക്ടർ ആയുള്ള നമ്മൾ പവർ സിസ്റ്റത്തിൽ ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ ലോ പവർ ഫാക്ടർ ആയി കഴിഞ്ഞാൽ ഡിസ്അഡ്വാൻറ്റേജ് നമുക്കറിയാം. ലോസ് കൂടും, ധാരാളം കാര്യങ്ങളുണ്ട്, റിയാക്റ്റീവ് പവർ കൂടുന്നതാണ് അവിടെ. അതേപോലെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡുകൾ, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡുകൾ നമുക്ക് ധാരാളം മെത്തേഡുകൾ അറിയാം. അതിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സ്റ്റാറ്റിക് കപ്പാസിറ്റർ മെത്തേഡ്, സിങ്ക്രോണസ് കണ്ടൻസർ മെത്തേഡ്, ഫേസ് അഡ്വാൻസർ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഈ ഒരു സ്റ്റാറ്റിക് കപ്പാസിറ്ററും അതേപോലെ സിങ്ക്രോണസ് കണ്ടൻസറും ചോദിച്ചു തരാറുണ്ട് 7 മാർക്കിന്. ഇതിൻ്റെ ഫിഗർ വരയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ധാരാളം ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി പവർ ഫാക്ടർ കറപ്ഷൻ്റെ ഒരു പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന് മുന്നത്തെ പ്രാവശ്യം ചോദിച്ചിരുന്നു 7 മാർക്കിന്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി താരിഫ് നമ്മൾ പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി, നമ്മളെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരാറുണ്ടല്ലോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താരിഫുകളുണ്ട്. താരിഫ് വെച്ചിട്ടാണ് നമ്മൾ ബില്ല് പേ ചെയ്യേണ്ടത്. അപ്പോൾ TOD താരിഫ്, നമ്മൾ TOD താരിഫുകൾ പെട്ട ആളുകളാണ്. നമ്മൾ വീട്ടിലെ മീറ്ററൊക്കെ TOD താരിഫുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏതൊക്കെ താരിഫുകളുണ്ട്, എന്തിനാണ് താരിഫ്, ഒബ്ജക്റ്റീവ് താരിഫ് എന്തിനാണ്, അതായത് താരിഫ് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് താരിഫുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അതിൻ്റെ കാര്യമുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് പഠിക്കാനുണ്ട്. അത് 3 മാർക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ സിമ്പിൾ താരിഫുണ്ട്, ഫ്ലാറ്റ് റേറ്റ് താരിഫുണ്ട്, ബ്ലോക്ക് റേറ്റ് താരിഫുണ്ട്, 2 പാർട്ട് 3 പാർട്ട് താരിഫുണ്ട്, മാക്സിമം ഡിമാൻഡ് താരിഫുണ്ട്, പവർ ഫാക്ടർ താരിഫുണ്ട്. അങ്ങനെ പോയി TOD താരിഫ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, TOD താരിഫ് സ്ഥിരം ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 2 താരിഫ്, 2 പാർട്ട് 3 പാർട്ട് താരിഫ് എന്തെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പാർട്ട് താരിഫുകൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് 3ാമത്തെ മൊഡ്യൂൾ. 3ാമത്തെ മൊഡ്യൂൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഐഡൻറ്റിഫൈ വേരിയസ് പവർ ട്രാൻസ്മിഷൻ സ്കീം, കാൽക്കുലേറ്റ് സാഗ് ഓഫ് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് 3ാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് നമ്മളോട് ഏതൊക്കെ ടൈപ്പ് ട്രാൻസ്മിഷൻ ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ പ്രൈമറി ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, സെക്കൻഡറി ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അഥവാ ജനറേറ്റ് ചെയ്ത പവർ അടുത്തൊരു സെക്ഷൻ വരെ എന്ത് ചെയ്യും, പ്രൈമറി ട്രാൻസ്മിഷനിലായിരിക്കും വരും. ഇത്ര വോൾട്ട് വരെ എത്ര വോൾട്ട് എന്താണ് പ്രൈമറി ട്രാൻസ്മിഷനാണ്, അതിനുശേഷമുള്ള വോൾട്ടേജ് സെക്കൻഡറി ട്രാൻസ്മിഷനാണ്. അതേപോലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അതേപോലെ AC ട്രാൻസ്മിഷൻ, DC ട്രാൻസ്മിഷൻ, ഇത് തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ പ്രൈമറി ട്രാൻസ്മിഷനും സെക്കൻഡറി ട്രാൻസ്മിഷനും തമ്മിലുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ 1 മാർക്കിന് എത്ര വോൾട്ട് വരെയാണ് നമുക്ക് ചോദിക്കാറുണ്ട്. AC DC ട്രാൻസ്മിഷൻ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ഇനി ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിലെ ക്ലാസിഫിക്കേഷൻ, ഓക്കെ, അവിടെ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ്, മീഡിയം, ഹൈ ഡിസ്റ്റൻസ്, അങ്ങനെ എന്തുണ്ട് 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതും പഠിക്കാനുണ്ട്. അതേപോലെ ഇന്ത്യൻ വോൾട്ടേജുകൾ, ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഇന്ത്യൻ വോൾട്ടേജുകൾ, സ്റ്റാൻഡേർഡ് വോൾട്ടേജുകൾ, ലൈൻ സപ്പോർട്ടുകൾ, നമ്മൾ പോളുകൾ കേട്ടിട്ടില്ലേ, RCC, അതേപോലെ വുഡ് പോള്, സ്റ്റീൽ പോള്, അങ്ങനെ ധാരാളം പോളുകളെ പറ്റി പഠിക്കാണ്ട്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പഠിക്കാണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടക്ടർ, അലുമിനിയം കണ്ടക്ടർ ഉണ്ട്, അതേപോലെ കോപ്പർ കണ്ടക്ടർ ഉണ്ട്, അതേപോലെ ACSR ഉണ്ട്, AC ഉണ്ട്. ധാരാളം കണ്ടക്ടറുകളെ പറ്റി പഠിക്കാണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാണ്ട്. ഇമ്പോർട്ടൻസ് ഡെഫിനിഷൻസ് ഓഫ് ലൈൻ ലോസസ്, വോൾട്ടേജ് റെഗുലേഷൻ, ട്രാൻസ്മിഷൻ എഫിഷ്യൻസി, വോൾട്ടേജ് റെഗുലേഷനെ പറ്റിയും ട്രാൻസ്മിഷൻ എഫിഷ്യൻസിനെ പറ്റിയും പഠിക്കാനുണ്ട്. അത് ചോദിച്ചു തരാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ സാഗിങ് ഓവർഹെഡ് ലൈൻ വോൾട്ടേജ് പ്രോബ്ലം വരുന്നൊരു ഭാഗമാണ് സാഗിങ് ഓവർഹെഡ് ലൈൻ വോൾട്ടേജ്. സാഗ് എന്ന് പറയുന്ന 2 സപ്പോർട്ടുകൾക്കിടയിൽ കണ്ടക്ടർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കുന്നു, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണത് സാഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാഗിൻ്റെ ഡെഫിനിഷൻ, അതേപോലെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് സാഗ്, കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സപ്ലിക്ക് ചോദിച്ചതാണ്. അതേപോലെ സാഗ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, 7 മാർക്കിന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇനി
ട്രാൻസ്മിഷൻ ലൈൻ ഫിനോമിന. ട്രാൻസ്മിഷൻ ലൈനിൽ ധാരാളം പ്രതിഭാസം ഫിനോമിനകൾ നടക്കാറുണ്ട്. ട്രാൻസ്പോസിഷൻ, നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലെ 3 ഫേസ് ആണെങ്കിൽ കണ്ടക്ടറുകൾ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഫിസിക്കലി ഉള്ള പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യും. അതിനുള്ള കാരണങ്ങളുണ്ട്, അതൊക്കെ പഠിക്കാനുണ്ട്. അതാണ് ട്രാൻസ്പോസിഷൻ ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അതേപോലെ സ്കിൻ എഫക്റ്റ് എന്താണ്, പ്രോക്സിമിറ്റി എഫക്റ്റ് എന്താണ്, ഫെറാൻറ്റി എഫക്റ്റ് എന്താണ്, കൊറോണ, ഇതൊക്കെ നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്, 7 മാർക്കിന് ചോദിച്ചു വരാറുള്ളത്. അതേപോലെ അടുത്തതാണ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ? ഹൈ വോൾട്ടേജ് ആയിട്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്തുക. ഹൈ കറണ്ടിൽ ട്രാൻസ്മിഷൻ നടത്തരുത്, കാരണം ലോസ് കൂടും. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ളത്. അപ്പോൾ HVDC അതേപോലെ FACT, അത് ഫാക്ട്, EHV എന്നീ 3 മെത്തേഡുകളാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, എന്തിനാണ് നെസസിറ്റി, എന്തിനാണ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ എന്നതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അതും നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി 4ാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നോക്കിക്കേ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതൊക്കെ നമ്മൾ ട്രാൻസ്മിഷനെ പറ്റി ആദ്യം ജനറേഷൻ പറഞ്ഞു, പിന്നെ ട്രാൻസ്മിഷൻ പറഞ്ഞു, പിന്നെ അതിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ, ട്രാൻസ്മിഷനിൽ തന്നെ വരുന്ന ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ് ഫീഡർ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ, എന്താണ് സർവീസ് മെയിൻ എന്ന കാര്യങ്ങൾ നോക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അതേപോലെ നമ്മളെ ലേഔട്ടുകൾ, നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ്റെ ലേഔട്ടുകൾ പഠിക്കാണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, റേഡിയൽ, റിംഗ് മെയിൻ, ഇൻ്റർ കണക്റ്റഡ്, ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. 7 മാർക്കിന് ചോദിച്ചതാണ്. അതേപോലെ DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതിൻ്റെ ഡയഗ്രാം, 1 end, both end, സെൻറ്റർ, റിങ്, ഇങ്ങനെ കുറേ മെത്തേഡുകളുണ്ട് DC ഡിസ്ട്രിബ്യൂഷനിൽ, അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. AC ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം പഠിക്കാനുണ്ട്. ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സിംഗിൾ ലൈൻ ഡയഗ്രാം പഠിക്കാനുണ്ട്. പിന്നെ വരുന്നതാണ് റിക്വയർമെൻറ്റ് ഓഫ് ആൻ ഐഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഐഡിയൽ കണ്ടീഷനുള്ള റിക്വയർമെൻറ്റ്സ്, ലോസസ് കുറവായിരിക്കണം, കോസ്റ്റ് കുറവായിരിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അത് പഠിക്കാനുണ്ട്. അടുത്തതാണ് ലൈൻ ഇൻസുലേറ്റേഴ്സ്. നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈനിൽ ഇൻസുലേറ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിൻ ടൈപ്പ് ഉണ്ട്, ഷാക്കിൾ ടൈപ്പ് ഉണ്ട്, അതേപോലെ സ്ട്രെയിൻ ടൈപ്പ് ഉണ്ട്, സസ്പെൻഷൻ ടൈപ്പ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പഠിക്കാണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നിനെ പറ്റി നമുക്ക് പഠിക്കാണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻസുലേറ്ററുകൾ ഫെയിൽ ആവാനുള്ള കാര്യം, നമ്മൾ ഇൻസുലേറ്ററുകൾ ട്രാൻസ്മിഷൻ ലൈനിൽ ചില സമയത്ത് പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ ഫ്ലാഷ് നടക്കുന്നത് കാണാം. അതിനൊക്കെ കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതേപോലെ സ്ട്രിങ് എഫിഷ്യൻസി. ഇനി അടുത്തതാണ് അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ ഫിഗർ പഠിക്കാനുണ്ട്. അണ്ടർഗ്രൗണ്ട് കേബിൾസ് നമുക്ക് കേബിളിന് ചുറ്റും നമ്പർ ഓഫ് ലെയേഴ്സ് ഉണ്ടാകും. ഓരോ ലെയറിനും ഓരോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിൾ മാനുഫാക്ചർ ചെയ്യുക. അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അതിനെപ്പറ്റിയുള്ള കേബിൾ ലൈൻ മെത്തേഡുകളുണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ എങ്ങനെയാണ് കേബിൾ കൊണ്ടുപോകേണ്ടത്. 3 മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത്: ഡയറക്റ്റ് ഡ്രോ, ഇൻ സോളിഡ് സിസ്റ്റം, അതേപോലെ ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഡ്രോ മെത്തേഡുണ്ട്, സോളിഡ് സിസ്റ്റം. ഇങ്ങനെ 3 മെത്തേഡുകളാണ് ഉള്ളത്. അതിനെപ്പറ്റി പഠിക്കാണ്ട്. പിന്നെ ഗ്രേഡിങ്, ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രേഡിങ്. ലാസ്റ്റ് നടന്ന സപ്ലൈ എക്സാമിന് ചോദിച്ചതാണ് ഗ്രേഡിങ്ങിനെ പറ്റി, കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. ഇനി സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇൻറ്റേൺഷിപ്പിന് പോയവർക്ക് പെട്ടെന്ന് ഓടുന്ന ഒരു കാര്യമാണ് സബ്സ്റ്റേഷൻസ്, അല്ലേ? സബ്സ്റ്റേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റേഷനുകളുണ്ട്, ഇൻഡോർ, ഔട്ട്ഡോർ, അങ്ങനെ ധാരാളം സബ്സ്റ്റേഷനുകളുണ്ട്. അതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ സിംഗിൾ ലൈൻ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന സിമ്പിളുകൾ, അതിൻ്റെ ഓരോന്നിനും ഫങ്ഷൻസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മുടെ MRHൻ്റെ വീഡിയോ ക്ലാസ്സിൽ അവൈലബിൾ ആണ്.